ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1ാം ക്ലാസ് മുതൽ +1 +2 ഡിപ്ലോമ, പോളി, ITI മുതലായ കോഴ്സുകൾക്കും ഡിഗ്രി കോഴ്സുകൾ, PG കോഴ്സുകൾ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് ഇന്നത്തെ ഈ വീഡിയോ. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ഉദാഹരണത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ, വിവിധ ലോൺ സ്കീമുകൾ, സബ്സിഡി സ്കീമുകൾ, വിദ്യാർത്ഥികൾക്കായിട്ടുള്ള വിവിധ സ്കോളർഷിപ്പുകൾ, വിവിധ തൊഴിലവസരങ്ങൾ, ഇവയെല്ലാമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് കൃത്യമായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ സ്കോളർഷിപ്പിന്റെ പേര് പരിവർത്തൻ ECSS എന്നാണ്. ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള പ്രൈവറ്റ് ബാങ്കുകളിലൊന്നായിട്ടുള്ള HDFC ബാങ്ക് ആണ്. 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് 15,000 രൂപയും 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ITI ഡിപ്ലോമ, പോളിടെക്നിക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 18,000 രൂപ വരെയും സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കും. ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞിട്ടായിരിക്കണം ഈ ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യേണ്ടത്. നോർമൽ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ BA, BCom പോലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു BA, BSc പോലുള്ള ഒരു കോഴ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിവർഷം 30,000 രൂപയാണ് സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുക. ഇനി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ, ഇപ്പോൾ BSc നേഴ്സോ, BPharmോ, LLB പോലെയുള്ള ഒരു കോഴ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിവർഷം 50,000 രൂപ വരെയാണ് ലഭിക്കുക. ഇനി PG കോഴ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നോർമൽ ആയിട്ടുള്ള ഒരു PG കോഴ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിവർഷം 35,000 രൂപ വരെ സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കും. ഇനി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള PG കോഴ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 75,000 രൂപ ലഭിക്കും. അതായത് ഇപ്പോൾ ഒരു MTechോ MBA പോലുള്ള കോഴ്സ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് ആർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽസിനാണ് ഈ ഒരു സ്കോളർഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അവരുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇനി ഈ വിദ്യാർത്ഥി പഠിക്കേണ്ടിയിരിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം. അതിപ്പോ ഗവൺമെന്റോ എയ്ഡഡോ പ്രൈവറ്റോ കുഴപ്പമില്ല, അംഗീകാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം. അവരൊരു റെഗുലർ ആയിട്ടുള്ള ഒരു കോഴ്സിനായിരിക്കണം പഠിക്കേണ്ടത്. മിനിമം 55% മാർക്കോടെങ്കിലും ഈ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷത്തിൽ പാസ്സായിട്ടുണ്ടാവണം. പേഴ്സണൽ ആയിട്ടോ ഫാമിലി പരമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലൊരു പ്രയോറിറ്റി ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ നൽകുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.